ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവല് കൊണ്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. വെളുത്ത അവലാണ് എടുത്തത്. മട്ട അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ അവലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസാക്കി പൊടിച്ചെടുക്കുക. തരികളൊന്നും അധികം ഇല്ലാതെ തന്നെ നല്ല നൈസാക്കി തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി അരക്കപ്പാണ്. 250 ml കപ്പിൽ അരക്കപ്പ് തന്നെയാണ് അരിപ്പൊടി എടുക്കുന്നത് കേട്ടോ. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, കവറിൽ പാക്കറ്റിൽ വാങ്ങണ ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അവല് പൊടിച്ചതും ഈ അരിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. രണ്ടും പാട് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 250 ml കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ആ ഉപ്പും ആ നെയ്യും ഒക്കെ ഒന്ന് വെള്ളത്തിലേക്ക് നന്നായി അലിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള അവലിൻ്റെ പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടൂലേ, അതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. നമ്മളിത് കടയിൽ നിന്നൊന്നും നമ്മൾ കുട്ടികൾക്കൊന്നും ബേക്കറിയിൽ നിന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് എന്താ പറയുക സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമായ നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ 2 ദിവസമായിട്ട് മഴയൊന്നും ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇതുപോലെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പിന്നീട് ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് ചൂടൊന്നും അറിയിട്ടില്ല, ചെറുതായിട്ട് മാത്രം ചൂടാറിയിട്ടുള്ളൂ. പക്ഷേ ഈ രീതിയിലാവുമ്പോൾ തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ചേരുവയൊന്നും ആവശ്യമില്ല. വെറും 2 ചേരുവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇനി കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കുകയാണല്ലേ, അപ്പോൾ അവർക്ക് 10 മണിക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായക്കൊപ്പവും സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുഴച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരല്പം എണ്ണ കയ്യിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കാം. ഞാനിങ്ങനെ നീളത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ചെയ്യണമെന്നുള്ളൂ. സാധാരണ നമ്മൾ കുറുകുറൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കലില്ലേ, അപ്പം അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവലും അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ആലങ്ങ ഉണ്ട പോലെയൊക്കെ ഉരുട്ടിയിട്ട് റെഡിയാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് വിചാരിച്ചിട്ട് ഒട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ, ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അല്പം കയ്യിൽ എണ്ണ ആക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ആക്കാം. ഇപ്പോൾ അത്യാവശ്യം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു 2-3 ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ പാത്രം നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കില്ല. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ചെറുതായിട്ട് ഒട്ടിക്കുന്നത് ഫ്രൈ ആകുന്ന സമയത്ത് അത് വേറിട്ട് വന്നോളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഇട്ട ഉടനെയിട്ട് ഇളക്കരുത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി മൂത്ത് വരുമ്പോൾ മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടുക കേട്ടോ. ഫ്രൈ ആയി കിട്ടുമ്പോൾ കണ്ടോ ഇതെല്ലാം വേറിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തുടക്കം മുതൽ നമ്മളിത് ഫ്രൈ ചെയ്ത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടരുത്. ഇത് കരിഞ്ഞു പോകുന്നൊന്നും കരുതണ്ട. കുറച്ച് സമയം എടുത്ത് തന്നെയാണ് ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക.
ബാക്കി ഇത് നമ്മൾ കുഴക്കാനും ഉരുട്ടാനും ഒന്നും അധികം സമയം വേണ്ട. ഫ്രൈ ചെയ്യാൻ ഒരല്പം സമയം കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇട്ട് കൊടുത്ത വാക്കും പെട്ടെന്ന് തന്നെ ഇട്ട് ഇളക്കുകയും വേണ്ട. ഒന്ന് ആയിട്ട് നമുക്ക് ഇളക്കിയാൽ മതി. ഇത് നന്നായിട്ട് വെന്തു എന്നറിയണമെങ്കിൽ ഇതിൻ്റെ എണ്ണയുടെ തിളയൊക്കെ കെട്ട് നല്ല ഓണം ഇങ്ങോട്ട് ഒരു തിളയും ഉണ്ടാവില്ല. ഇങ്ങനെ എന്താ പറയുക സൈലൻ്റ് ആയിട്ട് ഇരിക്കും എണ്ണ. അപ്പോഴാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. നമ്മളിതിങ്ങനെ കയ്യിൽ കോരി എടുക്കുമ്പോൾ കിലുകിലാന്ന് സൗണ്ടും ഉണ്ടാവും കേട്ടോ. കണ്ടോ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിലേക്ക് 2-3 ചേരുവ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വരുന്ന മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്നാക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുകുറു എന്ന് പറയാം. കടയിൽ നിന്ന് വാങ്ങുന്ന ആ കുറുകുറുവിൻ്റെ ടേസ്റ്റ് അല്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് സാധനം കൊണ്ട് നമുക്ക് ഒരുപാട് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുക. അപ്പോൾ ഇത് സൗണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ്, നല്ല എന്നുള്ള സൗണ്ടാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൗണ്ടാണ് കേട്ടോ. അപ്പോൾ കടിച്ച പൊട്ടാത്ത ഐറ്റമൊന്നുമല്ല. നമ്മൾ എന്താ പറയുക കടിച്ച പൊട്ടുന്ന ഇങ്ങനെ ഐറ്റം തന്നെയാണ്. എന്നാലിങ്ങനെ കുഴഞ്ഞു പോകുമൊന്നുമില്ല. നമ്മളൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്